ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സദ്യ സ്പെഷ്യൽ കുറുക്ക് പുളിശ്ശേരിയാണ്. തേങ്ങയൊന്നും ചേർക്കാതെ നല്ല കുറുകിയ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും നന്ദാസ് ഡിഷസിലേക്ക് സ്വാഗതം. കുറുക്ക് പുളിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടിയാണ് വേണ്ടുന്നത്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇടാം. കടുക് മുഴുവൻ പൊട്ടിയതിന് ശേഷം ഒരു ചുവന്നുള്ളി വട്ടത്തിൽ അരിഞ്ഞത് കൂടി ഇടാം. മീഡിയം ഫ്ലെയിമിൽ നിന്നും ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷമാണ് ഉള്ളി ഇതിലേക്ക് ഇട്ടത്. ചുവന്നുള്ളി ചെറുതായി ഒന്ന് വാടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞത് 1/2 ടേബിൾ സ്പൂൺ ഇടാം. 4 വെളുത്തുള്ളി 3ആയിട്ട് മുറിച്ചത് കൂടി ഇതിലേക്ക് ഇടാം. വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി ഒന്ന് വാടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് 2 പച്ചമുളക് ഈ കാണുന്ന വലുപ്പത്തിൽ മുറിച്ചത് കൂടി ഇടാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കാം. രണ്ട് ചുവന്ന മുളക് മുറിച്ച് ഇതിലേക്കിടാം. ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർക്കാം. തീ ഏറ്റവും കുറച്ച് വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. കറിവേപ്പില കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ള് മുളക് പൊടിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയുടെ പച്ചച്ചുവയൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് 1 പാക്കറ്റ് തൈരാണ് ചേർക്കുന്നത്. പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുമ്പ് തന്നെ നല്ലതുപോലെ ഇതൊന്ന് കുലുക്കുക. അപ്പോൾ തൈര് ഉടഞ്ഞ് വെള്ളം പോലെ ആകും. ഇത് ചട്ടിയിലേക്ക് ഒഴിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു കൈ കൊണ്ട് ഇളക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പിരിഞ്ഞു പോകും. അത്യാവശ്യം പുളിയുള്ള തൈര് വേണം ഇതിനായിട്ട് എടുക്കാൻ. ഇതിൽ കിടക്കുന്ന മഞ്ഞളും ഉള്ളിയുമെല്ലാം ഈ മോരിൽ നല്ലതുപോലെ മിക്സ് ആകുന്നിടം വരെയും ഇതൊന്ന് ഇളക്കണം. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഇപ്പോൾ ഇങ്ങനെയാണെങ്കിലും കുറച്ചുകൂടി കുറുകിയാണ് ഇത് തയ്യാറാക്കി കഴിയുമ്പോൾ ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മോര് കാച്ചിയെടുക്കാം. മോര് കാച്ചിയെടുക്കുക എന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ തീയിൽ വെച്ച് കൈ എടുക്കാതെ ഇളക്കി നല്ലതുപോലെ ചൂടാക്കിയെടുക്കണം. തിളയ്ക്കാൻ പാടില്ല. ഇളക്കിക്കൊണ്ടിരിക്കുന്ന തവിയിൽ നിന്നും ആവി ചെറുതായിട്ട് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ മോര് പാകത്തിന് ചൂടായി എന്നാണ് അർത്ഥം. വീഡിയോയിൽ കാണാനില്ലെങ്കിലും തവിയിൽ നിന്നും ആവി ചെറുതായിട്ട് പോകുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 2 മിനിറ്റ് കൂടി ഇളക്കണം. കാരണം ചട്ടി നല്ല ചൂടായിട്ടാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകും. ഇതിനി തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നല്ലതുപോലെ തണുത്ത് കഴിയുമ്പോൾ നല്ല കുറുകിയ പുളിശ്ശേരിയാണ് നമുക്ക് കിട്ടുക. ഇത് നമ്മൾ ഓണത്തിൻ്റെ അന്ന് രാവിലെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് സദ്യ കഴിക്കുന്ന സമയമാവുമ്പോഴേക്കും നല്ലതുപോലെ കുറുകി വന്ന് കഴിയും. ഇതൊന്ന് അടച്ച് മാറ്റി വെക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷം തുറക്കാം. നല്ലതുപോലെ തണുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. ഇതേപോലെ മൺചട്ടിയിലോ കുപ്പിപ്പാത്രത്തിലോ പുളിശ്ശേരി അടച്ച് സൂക്ഷിക്കുകയാണെങ്കിൽ 3 ദിവസം വരെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഉപയോഗിക്കാൻ പറ്റും. നല്ല കുറുകിയ പുളിശ്ശേരി തയ്യാറായി കഴിഞ്ഞു. ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അതിനുശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക.